സോ ഗൈസ് DS ഇറേ രാഹുൽ സദാശിവൻ ഡയറക്റ്റ് ചെയ്ത് റിലീസ് ചെയ്ത മൂവി കുറേ നാളായി നമ്മൾ റിവ്യൂ പോസ്റ്റ് ചെയ്തിട്ട് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം അങ്ങനെ കഴിഞ്ഞൊരു കണ്ട ഭ്രമയോഗത്തിൽ പുള്ളിക്കാരൻ ചെയ്ത് വെച്ച് നോക്കുമ്പോൾ ഇത് വേറെ ലെവൽ, അതായത് ഒരു പടി നെക്സ്റ്റ് ലെവൽ കയറി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ മേക്കിംഗ് തന്നെയാണ്. കഥ ഓക്കെ ഫൈൻ, ഭൂതകാലം കണ്ടവർക്ക് അറിയാം അതെങ്ങനെയാണ് ആ ഒരു ത്രെഡിനെ ബിൽഡ് ചെയ്ത് തരണമല്ലോ. ഈ നാമതി ഹൊറർ സ്റ്റോറിൻ്റെ മെയിൻ പോയിന്റ് ഇതാണ്, അതായത് ഇങ്ങനെ ഇത് ബിൽഡ് ചെയ്ത് നമ്മൾക്ക് കൺവിൻസ് ആക്കാൻ പറ്റുന്ന അത് പക്കായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലൊരു കോംപ്രമൈസും വരുത്തിയിട്ടില്ല. നമ്മൾ ഫസ്റ്റ് 3 ഒരു ഡ്രാഗിങ് ഉണ്ടെങ്കിലും ചെറിയൊരു പരിപാടി ഉണ്ട്, അതിൽ നമുക്കൊരു ഹൈ എലിവേറ്റ് ചെയ്ത് നിർത്തും. പിന്നെ ഒരു ഇന്റർവൽ പഞ്ച്, അതോടെ നമ്മൾ ഇന്നാവും പടത്തിലങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഇന്നാവും. സെക്കൻഡ് ഹാഫ് പിന്നെ അങ്ങനെ പോവാണ്. പക്ഷെ നമുക്ക് ഇടയ്ക്ക് വെച്ചിട്ട് ഡ്രോപ്പ് ഉണ്ടാവും, ഇത് ഇത്രേ ഉള്ളൂ എന്നൊക്കെ തോന്നും. പക്ഷെ ചെറിയ ചെറിയ മരുന്നുകൾ അവിടെ ഇട്ടിട്ട് പോകുന്നുണ്ട്. അതുകൊണ്ട് ആ ലോ വരുമ്പോൾ തന്നെ ഒരു ഹൈ വരുന്നുണ്ട്. അപ്പോൾ ബാലൻസ് ചെയ്ത് പോണത് കൊണ്ട് ഡസൻറ്റ് മാറ്റർ. ഇത് പ്രണവിൻ്റെ കരിയറിൽ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് പെർഫോമൻസിൽ ഹി നെയിൽഡ് ഇറ്റ്, അത്രേ ഉള്ളൂ. കൂടുതൽ പറയാനൊന്നുമില്ല. ഇതിൽ കുറച്ച് സർപ്രൈസ് ക്യാമിയോസ് ഒക്കെ ഉണ്ട്, അതൊക്കെ പറഞ്ഞാൽ ഫുള്ള് സ്പോയിലർ ആവും. അപ്പോൾ സോ അതിലേക്കൊന്നും നമ്മളെ കടക്കണില്ല. എനിക്ക് കണ്ടിട്ട് ചില സീൻസ് ഒക്കെ കാണുമ്പോൾ നമ്മൾ പണ്ടത്തെ ഈവിൾ ഡെഡ് ഇല്ല, അതിലൊക്കെ ചെറിയ ചെറിയ സീൻസിൻ്റെ ആ ഒരു സായലുണ്ട്. പിന്നെ മ്യൂസിക്, അയ്യോ ക്രിസ്റ്റോ സേവർ വേറെ ലെവലിൽ പണി വെച്ചിട്ടുണ്ട്. അതായത് സീനിന് വേണ്ട, പക്ഷെ ഈ ഹൊറർ പടത്തിന്റെ പ്രധാന പ്രശ്നം എന്താണ്, അവിടെ നിന്ന് ഇവിടെ ചാറവറ സൗണ്ട് ഇട്ടിട്ട് വെറുപ്പിക്കണം അതൊന്നുമില്ല. നമ്മൾ അത്ര ഹൈ ആണെങ്കിൽ ആ ഒരു രീതിയിലാണ് അവർ അത് എൻഡ് ചെയ്യിക്കുന്നത്. അപ്പോൾ അത്രയും ഹൈ തന്നിട്ട് നമ്മൾ എൻഡ് ചെയ്യിക്കുമ്പോൾ നമുക്ക് ലൈക്ക് വി നീഡ് ദിസ് ആ ഒരു ഫീലാണ് ക്രിസ്റ്റോ സേവർ തന്നെ. പിന്നെ ഇടയ്ക്ക് ആ ചിലങ്ങേണ്ട, അയ്യോ അത് പറഞ്ഞാലും സ്പോയിലറാവും, മണിച്ചിത്രത്താഴിൻ്റെ വൈബിലൊരു പരിപാടി ഉണ്ട്, അതൊക്കെ സെറ്റ് പൊളി സാധനമാണ്. ഇതിപ്പോൾ എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യാനൊന്നും പറ്റത്തില്ല. കാരണം ഈ ജോണർ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് ആ ഒരു ലെവലിൽ കാണാൻ പറ്റില്ല. കാരണം ഒന്നാമത് ഏജ് സർട്ടിഫിക്കറ്റ് ആണ്. സോ 18+ മാത്രമേ കണ്ടാൽ മതി. കാരണം ഫസ്റ്റിലൊക്കെ കാണിച്ചു വെച്ചിരിക്കുന്നത് സോ സീരീസ് ഒക്കെ കണ്ടവർക്ക് അറിയാം, ആ ഒരു ഇതിലുള്ള ഒരു സാധനം ഇതിൽ വെച്ചിട്ടുണ്ട്. അതൊക്കെ ദയവ് ചെയ്ത് ചെറിയ കുട്ടികളിൽ നിന്നും പോയി കാണിക്കല്ലേ. പിന്നെന്താണ് ഇതിൽ പറയാനുള്ളത്, ഒരു നല്ലൊരു ഹൊറർ പടം, കിണ്ണം കാച്ചി മ്യൂസിക്, അടിപൊളി പെർഫോമൻസ്, എല്ലാം കൊണ്ടും സെറ്റാണ്, വേറെ ലെവൽ സാധനം. പിന്നെ ഭൂതകാലം കണ്ടവർക്ക് ഒരു പ്ലസ് ഉണ്ട്, ചെറിയൊരു ടൈലന്റ് പരിപാടി ഉണ്ട്. അതും കൂടെ വെച്ച് നോക്കുമ്പോൾ പടം കംപ്ലീറ്റ് പാക്കേജാണ്. അതൊക്കെ നമ്മൾ ഫസ്റ്റ് തൊട്ട് തുടങ്ങി എൻഡ് വരയ്ക്കുക, എൻഡ് കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഇരിക്കും. ആ ഒരു മൂഡിലാണ് പടം പോണത്. അല്ല, ഹാൻഡ്സ് ഓഫ് രാഹുൽ സദാശിവൻ. അങ്ങനെ രാഹുൽ സദാശിവന്റെ കിരീടത്തിൽ ഒരു പൊൻതോൽ കൂടെ DS ഇറേ. ദാറ്റ്സ് ഫോർ മീ.